പ്രൈസ് ടു ജീസസ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ കർത്താവിൻ്റെ കൃപയാൽ ഈ വലിയ വിശുദ്ധ വാരം വളരെ ശ്രേഷ്ഠതയോടുകൂടി നമ്മളെല്ലാവരും, ഓരോ ക്രിസ്ത്യാനിയും അതിൻ്റെ വില കണക്കുകൂട്ടുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഉന്നതിയിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വിശുദ്ധ വാരത്തെ സ്നേഹിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കും ഈ വിശുദ്ധ വാരം ഒരു വലിയ ഓർമ്മപ്പെടുത്തലും വലിയ അനുഭവ സാക്ഷ്യത്തിലേക്ക്, ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാനുള്ള ഒരു വലിയ ദിവസങ്ങളായി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, സഭകളെല്ലാം നമ്മളെല്ലാം വിവിധ സഭകൾ 40 ദിവസമൊക്കെ നോയമ്പെടുത്ത് ഈ വിശുദ്ധ വാരത്തെ എതിരേൽക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുന്നു, ഒരു ഈസ്റ്ററിനെ എതിരേൽക്കുവാൻ. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വരുന്നത് പോലെ നാമും ഓരോരുത്തരും ഉയർത്തെഴുന്നേറ്റ് വീണ്ടും പുതുക്കം പ്രാപിച്ച് പുതിയ ഒരു സൃഷ്ടിയായി ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ മാറാൻ സാധിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. കാരണം വചനത്തിൽ ഉറച്ചു നിൽക്കുകയും യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഓരോ മനുഷ്യൻ പുതിയതാക്കപ്പെട്ട് പുതിയ ലൈഫിലേക്ക്, പുതിയ ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവുമായി, യാഹോയുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ദൈവം ഈ ക്ലാസ്സിലൂടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ മുന്നമേ തന്നെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 12-ാമത്തെ അധ്യായം 47 തൊട്ട് വാക്യത്തിൽ താഴേക്ക് നോക്കുമ്പോൾ, എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവനെ ഞാൻ വിധിക്കുന്നില്ല, ലോകത്തെ വിധിപ്പാനല്ല, ലോകത്തെ രക്ഷിപ്പാനത്രേ ഞാൻ വന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ യേശു വ്യക്തമായിട്ട് പറയുന്നു, എൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവനെ ഞാൻ ഒരിക്കലും വിധിക്കുന്നില്ല, ഞാൻ അവനെ ലോകത്തെ രക്ഷിപ്പാൻ എത്ര വന്നത്. എന്ന് വെച്ചാൽ സകല മനുഷ്യരുടെ മുമ്പിൽ ഈ വിശുദ്ധ വാരത്തിൻ്റെ ഒരേ ഒരു ഓർമ്മ, എനിക്കൊരു രക്ഷിപ്പാൻ തക്കവണ്ണം അത്യുന്നതനായ ദൈവം എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി ആ രക്തത്തിലൂടെ എൻ്റെ സകല പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് എനിക്കൊരു പുതിയ ജന്മം, പുതിയ ലൈഫ് തരുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഓരോ ക്രിസ്തീയതയും, ഓരോ ക്രിസ്തീയ മക്കളും, സ്നാനപ്പെട്ടവർ, ഓരോ വ്യക്തികളും നോക്കിക്കൊണ്ടിരിക്കുന്നു. നിക്കോമോദിനോസിനോട് കർത്താവ് പറഞ്ഞു, നിക്കോമോദോസ്, നീ വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ സത്യമായിട്ട് നീ സ്വർഗരാജ്യത്തിന് അവകാശിയാകുകയില്ല. എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ വീണ്ടും ജനനം എന്ന് പറയുന്നത്, നിക്കോദോമോസ് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇനിയും അമ്മയുടെ അകത്ത് കയറി വീണ്ടും വരണമോ, ഒന്നുകൂടി പുറത്തു വരണമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുന്നു, അല്ല, നീ വെള്ളത്താലും ആത്മാവിനാലും നീ വീണ്ടും ജനനം പ്രാപിക്കണം. നീ വചനം നിന്റെ അകത്ത് വന്ന് യഥാർത്ഥമായി നീ ഒന്നുകൂടി ഒരു പുതിയ മനുഷ്യനായി നീ രൂപാന്തരപ്പെടണം, നീ ജീവിക്കണം, നീ ബോധ്യമുണ്ടാകണം. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളഞ്ഞവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിക്കുന്ന വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. നമുക്കറിയാം, നമ്മൾ വിവിധ സഭകളിലെല്ലാം 40 ദിവസത്തെ ഉപവാസങ്ങളും നോയമ്പുകളും ഒക്കെ നോക്കിയെടുത്ത് ചെയ്യുമ്പോൾ ഇവിടെ വചനങ്ങൾ കേൾക്കുന്നു, ഈ വചനം തന്നെ നമ്മളെ ന്യായം വിധിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ വചനം കൈക്കൊള്ളാത്തവരെ, എന്ന് വെച്ചാൽ വചനം ഈ ചെവിക്കടെ കേട്ടു, ഈ ചെവിക്കടെ പോകുമ്പോൾ ഇവിടെ പറയുന്നു, വചനം തന്നെ നിന്നെ ന്യായം വിധിക്കും. നീ കേട്ട വചനം ഏതാണോ ആ വചനം തന്നെ ന്യായം വിധിക്കുന്നുണ്ട്. നീ സംസാരിച്ച വചനം ഒടുക്കത്തെ നാളിൽ, എന്ന് വെച്ചാൽ അവസാന നാളിൽ നമ്മളെ ന്യായം വിധിക്കും. കാരണം നമ്മൾ വചനമൊക്കെ കേട്ട് കഴിയുമ്പോൾ വചനത്തിനൊന്നും വില കൊടുത്തില്ല. കാരണം നമ്മൾ ലോകത്തിന് വില കൊടുത്തു, ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് വില കൊടുത്തു. അങ്ങനെ നമ്മൾ വില കൊടുത്ത് പോകുമ്പോൾ നമുക്ക് വചനത്തോട് നമുക്ക് താല്പര്യമില്ല, വചനം കേട്ടതിനോട് താല്പര്യമില്ല. അങ്ങനെ പോകുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ വചനം നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നു, കേട്ട വചനം ഒരുവൻ മാനസാന്തരപ്പെട്ട് അവൻ യഥാർത്ഥമായി ക്രിസ്തുവിലേക്ക് ആയില്ലെങ്കിൽ, അവൻ യഹോശുവയെ അറിഞ്ഞിട്ടില്ലെങ്കിൽ, സ്തോത്രം, ഇവിടെ പറയുന്നു, നീ ഏത് വചനമാണോ കേട്ടത് ആ വചനം നിന്റെ മുന്നിൽ വന്ന് നിന്നെ ന്യായം വിധിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇതിൽ പറയുന്നു, അല്ലല്ല നീ 13-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ, അല്ലല്ല നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നീ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് പറയും. മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, എത്രയോ വർഷങ്ങൾ വചനം കേട്ടു, എത്രയോ വർഷങ്ങൾ ഒരു പുതിയ വിശുദ്ധ വാരം, ഓരോ വർഷവും പുതുതായി വിശുദ്ധ വാരം നമ്മൾ ആചരിക്കുമ്പോൾ നമ്മളിൽ എത്രമാത്രം മാറ്റങ്ങളുണ്ട്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എത്രമാത്രം നമ്മുടെ അകത്ത്
മാറ്റങ്ങളുണ്ട്. എത്രമാത്രം വചനം കേട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്, എത്രമാത്രം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പലരും തീരുമാനങ്ങൾ എടുക്കും, ഇനി എൻ്റെ ജീവിതത്തിൽ ഞാനൊരു മദ്യപാനത്തിലേക്ക് ഞാൻ പോകത്തില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ലൈഫ് ഞാൻ കൊണ്ടുവരും, യേശുക്രിസ്തു എൻ്റെ ഏക രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എടുത്ത തീരുമാനങ്ങളെല്ലാം പല വ്യക്തികളും എന്തു ചെയ്യും? ഒരു 40 ദിവസത്തെ നോമ്പ് നോറ്റ് ഈസ്റ്ററിന് അവൻ 40 ദിവസത്തെയും മദ്യം കഴിച്ച് 40 ദിവസത്തെയും എല്ലാ കാര്യങ്ങളും തീർത്ത് ആ ഈസ്റ്ററിൻ്റെ അന്ന് ഒരു വല്ലാത്ത ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ 1 തീമോഥെയോസിന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം 15-16 വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനായിരുന്നു ഞാൻ. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. എന്നുവെച്ചാൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന് പാപികളെ രക്ഷിപ്പാനാണെന്ന് അപ്പോസ്തലൻ സാക്ഷി നിർത്തി പൗലോസ് ലീഗ വ്യക്തമായി പറയുന്നു. ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു, ഞാൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവനായിരുന്നു, ഞാൻ സകല സ്തെഫാനോസിന്റെ വസ്ത്രം മേടിച്ച് കൈ പിടിച്ചവനാണ്. സ്തെഫാനോസിനെ വധിക്കപ്പെട്ടപ്പോൾ ഞാൻ അവന്റെ വസ്ത്രത്തെ മേടിച്ച് കയ്യിൽ പിടിച്ചവനാണ്. അപ്പൊ ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് ലീഗ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതിൽ 16-ാമത്തെ വാക്യം, എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. എന്നുവെച്ചാൽ ഞാൻ ക്രിസ്തുവിന്റെ അടുത്തേക്ക് വചനം കേട്ട് ഞാൻ മാറുമ്പോൾ ഞാൻ ചെയ്ത പാപത്തിൽ ദൈവത്തിന്റെ കരുണ എനിക്ക് ലഭിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവന്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്കവണ്ണം എന്ന് വെച്ചാൽ പൗലോസ് അപ്പോസ്തലൻ പറയാം, ഇനി ഞാനൊരു മാതൃകയാണ്, ഞാനൊരു സാക്ഷ്യമാണ്. സകല ജനവും ഇതിനു മുന്നിൽ ഞാൻ അതുപോലെ ലോകത്തിൽ പാപികളിൽ ഒന്നാമനായിരുന്ന ഞാൻ മാനസാന്തരപ്പെട്ടു. ഞാൻ ഡെമസ്കോസിലേക്ക് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പുരോഹിതന്മാരുടെ കയ്യിൽ നിന്നും ഞാൻ ലെറ്റർ വാങ്ങി പോകുമ്പോൾ എനിക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു അത്യുന്നതനായ യഹോശുവയുണ്ട്. നീ ആരെയാണ് പീഡിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് ചോദിക്കുന്നു, അങ്ങ് ആരാന്ന് ചോദിക്കുമ്പോൾ നീ പീഡിപ്പിക്കപ്പെടുന്ന കർത്താവാണ് എന്ന് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ യേശുക്രിസ്തു, ഞാൻ പാപികളിൽ ഒന്നാമനായിരുന്ന ഞാൻ നിങ്ങൾക്കൊരു മാതൃകയാണ് എന്നാണ് പൗലോസ് ലീഗ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അയൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. എത്രയോ ദുഃഖാചരണങ്ങളും എത്രയോ ദുഃഖവെള്ളികളും എത്രയോ വിശുദ്ധ വാരങ്ങളും കടന്നുപോയി. അവിടെ എല്ലാം നമ്മളെല്ലാം പങ്കാളികളായതാണ്. പക്ഷേ നമുക്ക് എന്ത് മാറ്റങ്ങളുണ്ടായി? യേശുക്രിസ്തുവുമായി നമുക്ക് എത്രമാത്രം ആഴമായ ഒരു ബന്ധത്തിലേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുന്നു. പാപികൾ ഒന്നാമനായ എന്നിൽ അവന്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാക്കുന്നതിനു വേണ്ടിയാണ് അവൻ ഈ ലോകത്തിലേക്ക് വന്നത്. പൗലോസ് പറയുന്നത്, ഞാൻ പാപികളിൽ ഒന്നാമനായ ഞാൻ അവന്റെ ക്ഷമ എന്നിൽ പ്രകടമായി അത് പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയാണ് സ്തോത്രം കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ആ രക്ഷ ലഭിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇന്നും നമ്മുടെ മധ്യമുണ്ട്. ആരെല്ലാം വിശ്വസിക്കുന്നോ അവരുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരും, നിശ്ചയമാണ്. ആർക്കെല്ലാം ഒരു വചനം കേട്ട് മാനസാന്തരപ്പെട്ട് ഞാൻ ഈ പാപത്തിൽ നിന്ന് പുതിയ ലൈഫിലേക്ക് ഈ ഒരു വിശുദ്ധ വാരത്തിൽ തീരുമാനമെടുക്കുക, കർത്താവേ ഞാനൊരു പുതിയ മനുഷ്യനാകാൻ ഞാൻ തീരുമാനിച്ചു, എൻ്റെ ലൈഫ് പുതിയതാകണം, ഞാൻ ഇനി ഒരു പഴയ മനുഷ്യല്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, അതെ, പഴയതിലെ ഞാൻ വിട്ടു, ഇനി എനിക്കൊരു പുതിയ ലൈഫ്, ഒരു പുതിയ ജീവിതം, പുതിയ ഒരു ലൈഫിലേക്ക് പോകുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സമർത്ഥമായി ഈ വിശുദ്ധ വാരത്തിൽ അനുഗ്രഹിക്കട്ടെ. പൗലോസ് അപ്പോസ്തലന് കിട്ടിയ ആ വലിയ വെളിപ്പാട്, സകല ജനത്തിനും ഇന്ന് കിട്ടുന്ന ആ വലിയ വെളിപ്പാട് സകല വ്യക്തിയിലേക്കും ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഈ ക്ലാസ് കേട്ട എല്ലാ മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.